ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നോക്കി നമുക്ക് കാര്യമില്ല. ഞങ്ങളുള്ള 19 മെമ്പർമാരുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം വിഷയമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അവരുടെ കാര്യമില്ല. ഇവിടുത്തെ പഞ്ചായത്തിലെ 19 പേരും വേണമെങ്കിൽ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമുക്ക് ഒരുമിച്ച് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വിഷയം എന്ന രീതിയിൽ നമുക്ക് എവിടേക്ക് പോകണമെങ്കിലും പോവാം. ഞങ്ങൾ രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ സമയം മുന്നേ നടത്തുള്ളൂ. ഈ വിഷയം തെരഞ്ഞെടുപ്പിന് മുന്നുണ്ടായിരുന്നു. അതിനൊരു പരിപാടി നിങ്ങൾ തയ്യാറാക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത്. ഡിസംബറിൽ പറഞ്ഞു ഏപ്രിലിൽ മെയ് അവസാനത്തിൽ കമ്മീഷൻ ചെയ്തതാണ് പറഞ്ഞതാണ് ഈ സാധനം. ഇതുവരെ അത് കൺഫ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം ഒരു മിനിറ്റ് ഒന്നുമില്ല. ഇവരോട് പറഞ്ഞാണ് ഇവര് മെയിൽ കമ്മിറ്റി ചെയ്ത് തരാൻ വേണ്ടി നിന്നാണ്. നമ്മുടെ പൈസ എടുക്കേണ്ട കമ്മിറ്റി തീരുമാനം ജനുവരിയിലത്തെ കമ്മിറ്റി തീരുമാനത്ത് കൊടുത്തു ഇവർക്ക്. ഏത് നമ്മൾ ഈ ബാക്കി പൈസ എടുക്കുന്നത് വർഷം കഴിഞ്ഞു. എന്നിട്ട് അപ്പുറത്തും പറയണെന്താ മറ്റേ ഭരണസമിതി അത് ചെയ്തിട്ടാണ് രീതി ചെയ്തിട്ടാണ്. മറ്റു മുന്നത്തെ ഭരണസമിതി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ആവശ്യമായ ഫണ്ട്, MP-യുടെ ഫണ്ടും ആവശ്യമായ ഇനി ആവശ്യമുള്ള ഫണ്ടുകളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നിലപാടിൽ 2 തവണ പൈസ അടച്ചു പഞ്ചായത്ത്. അതുകൊണ്ടാണ് പൈസ ബാക്കി വന്നത്. ഈ പൈസ ബാക്കി വന്നത് ജില്ലാ പഞ്ചായത്ത് പൈസ അടച്ചവിടെ കിട്ടുന്നുണ്ടോ ശ്രദ്ധിച്ചിട്ട് നമുക്ക് പഞ്ചായത്ത് ഫണ്ട് കിട്ടുന്നില്ല. 34 ലക്ഷം രൂപ പദ്ധതി പൂർത്തിയായപ്പോൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി കയ്യിലുണ്ട്. ടാങ്ക് നമുക്ക് എത്ര വേണ്ടോ? 30 ലക്ഷം വേണ്ടോ? പഞ്ചായത്തുകളിൽ ജനുവരി തീരുമാനം കൊടുത്തു. പക്ഷേ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് ഇന്നലെ സജിത്തെ സംസാരിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞെന്താ മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ചെല്ലുമ്പോ ഈ 30 ലക്ഷത്തിന് പറ്റുമോ? ടാങ്ക് എന്ന് പറഞ്ഞാലേ മറ്റേ നമ്മുടെ വാട്ടർ ടാങ്ക് വേണ്ടെന്ന് പറഞ്ഞു. മറ്റേ HDP ഹൈ ക്വാളിറ്റി 1.5 ലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാം. 32 എന്താ വിഷയം എന്നറിയാം. നീണ്ടു പോയാൽ അന്നിട്ടുള്ള പൈപ്പുകൾ ചിലപ്പോൾ വീണ്ടും കേട് സംഭവിച്ചു. ഇപ്പൊ കുറച്ചുകൂടി നമ്മുടെ കുറച്ചുകൂടി ഭാഗം കുട്ടികൾക്കുണ്ട്. അതൊക്കെ ശരിയാക്കാൻ പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പീച്ച് വെള്ളം എന്ത് ചെയ്യാം? ഏറ്റവും രൂക്ഷമായ പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കാൻ 1.5 ലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും. നമ്മളത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പദ്ധതി ഉണ്ടാക്കിയത്. അത് ഒരാളുടെയും കൈമ തലവെച്ചിട്ട് എടുക്കണ്ട. നമ്മളൊരു ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ള പ്രശ്നത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി. നമുക്ക് എല്ലായിടത്തേക്കും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. വേണം പ്രഭാതൻ, പാലാഴി, കരിക്കൊടി, മാമ്പള്ളി, ഈ മണലൂരിന്റെ മനസ്സിലായി. അവിടേക്ക് വെള്ളം കൊടുക്കണ്ടോ? എല്ലായിടത്തേക്കും നമുക്ക് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. ഈ പഞ്ചായത്ത് ബീച്ച് വെള്ളം ഇല്ലാത്ത എന്നും ബീച്ച് വെള്ളം വരാതെ ടൈറ്റ് ആയി വരുന്ന ഘട്ടത്തിൽ നമുക്ക് വെള്ളം കൊടുത്താൽ പ്രശ്നമില്ല. അത് കുടിക്കാൻ പറ്റും. 4 തവണ വെള്ളം ടെസ്റ്റ് ചെയ്തു 4 സീസണില്. കാരണം പടത്ത് ഇപ്പോൾ മേഖലയെ ബന്ധപ്പെട്ട ഒരു കിണറാണ്. പക്ഷെ എത്ര അടിയിൽ വെള്ളം എടുക്കുന്നറിയോ? ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ക്ലോറിനേഷനിൽ ഇന്നലെ പിന്നെ പരിശോധിക്കേണ്ട ഈ ചാലിയ വെള്ളം കുടിച്ചത് നമ്മള് ഈ പാടത്ത് പഠിച്ചു പോകുന്ന ആളുകൾ ചാലിയ വെള്ളം കുടിച്ചിരുന്നേ. പ്രസിഡന്റ് നേരിട്ടിട്ട് അടിയന്തരമായിട്ട് വിഷയം ഇനി ഇത് തയ്യാറായി വരുമ്പോ മാസങ്ങൾ പിടിക്കും. ഇത് എസ്റ്റിമേറ്റ് ഉണ്ട്. അല്ല നമുക്ക് ആവശ്യം അടിയന്തരമായിട്ട് വെള്ളം ഈ പ്രദേശത്തേക്ക് അടിയന്തരമായിട്ട് വെള്ളം എത്തിക്കാൻ ഒരു മാർഗം ചെയ്യും. എവിടെയും മെയിൻ്റനൻസ് വന്നു. അപ്പൊ മണ്ണൂർക്ക് കൊടുക്കുന്ന നേരത്താണ് ഇവിടെ എവിടെയും മെയിൻ്റനൻസ് എന്നല്ലേ. ആ കൊടുക്കുന്ന മേഖലയിൽ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് അടുത്ത ഡേറ്റിന് മറ്റേന്ന് വെച്ചാൽ അപ്പൊ അതിലേക്ക് വരാനുള്ള നടന്നു കഴിഞ്ഞാല് ഈ പമ്പ് ചെയ്യുന്നോടത്ത് ചെറിയ ജാമുണ്ട്. പിന്നെ ഞാൻ കാലമാടുണ്ട്. അതിന് അവർ കറക്റ്റ് ചെയ്തു. അപ്പൊ അതിന് പ്രശ്നമായത് ഞാൻ അന്വേഷണം വിളിച്ചിരുന്നു. കാലത്ത് വിളിക്കുന്ന ആൾക്കാര് നമ്മളെ സിം വിളിച്ചിരുന്നു. ആ വാൽവ് ഇപ്പൊ തീർത്ത് പമ്പിങ് തുടങ്ങിയില്ലേ. ഇപ്പൊ ഈ പാലാഴി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കിട്ടിയ ഇപ്പൊ മണ്ണൂരും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഈ പ്രദേശം വിളിക്കാറില്ല. ഇപ്പൊ നമ്പർ കൊടുത്തിട്ട് മാറിക്കണം. ഇപ്പൊ എന്റെ വാടിന്ന് വിളിക്കുന്ന സ്ഥിരമായിട്ട് വിളിക്കുന്നു. ഞാനിപ്പോ കുണ്ടിലെ ആശ മരിച്ചില്ലേ, അവിടെ ചെന്നപ്പോ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, മോനെ നിങ്ങളൊക്കെ ഉള്ളപ്പോ ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചതിന്നല്ല. ഇപ്പൊ വെള്ളം കൊടുക്കണം. അതൊക്കെ കഴിച്ചു വെച്ചു. എന്റെ അടുത്ത് 2 നമ്പർ വിളിച്ചില്ലേ. കുറച്ചു വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ സുരേഷ് കളിക്കുളത്ത് നമ്മുടെ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മേഖലയില് വണ്ടിയത്തിനോടത്ത്
വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വിഷയങ്ങൾ കഴിഞ്ഞു. അല്ല അതുപോലെ നിങ്ങളുടെ ചൂടല്ലേ കുട്ടികൾക്ക് ഇരിക്കാൻ പോയി കാണാൻ സംവിധാനം തീരുമാനിക്കും. അതൊരു സമയം മാറ്റത് ചിലപ്പോൾ മാത്രമായിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളത്തിക്കാൻ സംവിധാനം നാളെ തന്നെ ഞാൻ പറയാൻ പോവാണ്. പ്രസിഡന്റ് പുറത്ത് നൽകിയിരിക്കുന്നു. ജീവ പ്രസിഡന്റ് പുറത്ത് നൽകിയിരിക്കുന്നു. ഒന്ന് ടാങ്ക് നമ്മൾ കമ്മീഷൻ ചെയ്ത് വെള്ളം അടിയന്തരം ചെയ്യും. മറ്റൊന്ന് ഈ വെള്ളം എത്തിക്കാൻ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇതിനോട് പറഞ്ഞത് ഈ സാധനം പാലാഴി പ്രദേശം അവിടെ തോന്നാമാട് പ്രദേശം പറഞ്ഞു ഈ വെള്ളം പൊട്ടവെള്ളം എന്ന് പറഞ്ഞു. അത് കമ്മിറ്റി ഭയങ്കര ഇതായിട്ട് സംഭവിച്ചെടുത്തായിരുന്നു. ഈ വെള്ളം പറ്റും വരട്ടെ വെള്ളം കുടിച്ചിട്ട് നോക്കിട്ട് ഡയറക്റ്റ് വെള്ളം അതൊന്ന് കൃത്യം റിപ്പോർട്ട് ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ നമ്മള് ചിലപ്പോ കുടിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അത്രയ്ക്കും ക്ലിയറിംഗ് എന്റെ എറണാകുളത്തൊരു സമരം ഉണ്ടായില്ലേ? അപ്പൊ കളക്ടർ ആ വെള്ളം എടുത്തിട്ട് ഇത് വയലിച്ച് ഇതാക്കി കാണിച്ചു കൊടുത്തു. ശുദ്ധീകരിച്ചിട്ട് 4 വട്ടം 4 സീസണിൽ ബീച്ചിൽ ചെയ്യുന്ന ഡീപ്പ് ക്ലോറിനേഷൻ ഉള്ളു. അയൺ കണ്ടന്റ് മാറ്റം ഞാൻ ചെന്ന് നോക്കിയത് ഒരു പ്രശ്നമില്ല. ഇതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്ത് എല്ലാവരും ഒരുമിച്ച് കമ്മിറ്റി തീരുമാനത്ത് കൊടുത്താണ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല ടെൻഡർ വിളിച്ച് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു തിരക്കാണ് പാട്ട് തിരക്ക് ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെ കോർപ്പറേഷൻ പറഞ്ഞ വിട്ടെ 24 മണിക്കൂർ വേണ്ട അപ്പോഴേക്ക് പ്രശ്നം പരിഹരിക്കല്ലേ. ഇവിടെ എന്താ ഈ വിവരമായിട്ട് ബന്ധപ്പെട്ടിട്ട് കളക്ടർ പോയി കാണുക. നമ്മളൊരു സ്പെഷ്യൽ ഞാൻ പറഞ്ഞ അതില് നിങ്ങൾ പൊളിച്ചു നോക്കേണ്ട കാര്യമില്ല. എന്താ ജില്ലാ പഞ്ചായത്തും വരാം, ബ്ലോക്ക് പഞ്ചായത്തും പ്രശ്നം പരിഹരിക്കണം. കളക്ടർ പോയി കാണാൻ ഹലോ നമസ്കാരം. സൈത്തെ ഐസിയെ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ സമരം ചെയ്ത പ്രസിഡന്റ് പോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം വലിയ പ്രശ്നം മാത്രമല്ല, ഇവിടെ പമ്പ് ചെയ്ത് വെള്ളമൊടിക്ക് വരുന്നില്ല. മണലൂർക്ക് വളരെ 2 നമ്മുടെ വഞ്ചിക്കടവിന്റെ ടാങ്കിന്റെ കാര്യം എന്തായി? പിന്നല്ല ഈ വഞ്ചി എല്ലാ പ്രദേശത്തും പാലാഴി കരിക്കുടി മാമ്പള്ളി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഒരു സംവിധാനം അടിയന്തരമായിട്ട് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ പാലാഴിത്തെ ടാങ്കിന്റെ കാര്യം എന്തായി? അവിടെ വരുത്തിയിട്ടുണ്ട് പാലാഴി വഞ്ചിക്കടവ് ടാങ്ക്. യൂത്ത് പഞ്ചായത്തിന് കൊടുത്തുണ്ടോ? അല്ല യൂത്ത് പഞ്ചായത്തിന് കൊടുത്തുണ്ടോ? പഞ്ചായത്തിന് എന്താ ചെയ്യുന്നത്? പറഞ്ഞല്ലേ? ഓക്കെ, അടുത്ത ആഴ്ച ചർച്ച നോക്കിയല്ലേ ബന്ധപ്പെട്ടിട്ട് മഴക്കാലം ചെയ്യാൻ പറ്റും നമുക്കത്. മഴക്കാലം ചെയ്യാൻ പറ്റും നമുക്കത്. ഓക്കെ, മഴക്കാലം ചെയ്യാൻ പറ്റുമോ? മഴക്കാലത്ത് ചെയ്യാൻ പറ്റുമോ? ഈ ടാങ്ക് നിർമ്മാണം ചെയ്യാൻ പറ്റുമോ? ജൂൺ മാസം സൗകര്യമില്ല. ഒന്നിടപെടണം. വലിയ വിഷയമാണ് നമ്മുടെ നാട്ടിലുള്ള. ഓക്കെ, മഴക്കാലത്ത് ഇവർക്ക് ഇത് പ്രശ്നം. അപ്പൊ തിങ്കളാഴ്ച ഒരു ഡിസ്കഷൻ നടത്താൻ പറഞ്ഞിരിക്കുന്നു. ജീവ തിങ്കളാഴ്ച വഞ്ചിക്കട പദ്ധതി പൂർത്തിയായ പ്രസിഡന്റായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുള്ളത്. പിന്നെ ടാങ്കലൂരിൽ വെള്ളം പ്രസിഡന്റ് പറയുന്നത് പത്രക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ടാങ്കലൂർ വെള്ളം ഉണ്ടല്ലില്ല. പ്രാവശ്യം ടാങ്ക് വിളിച്ചിട്ടില്ലേ? സമീപ പഞ്ചായത്തിൽ അധികാരി തല പൈസ വെച്ചിട്ടുണ്ടായിരുന്നു പുത്തൂരിലാണ്. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആള് അടിച്ചില്ലെന്ന് പറഞ്ഞു. വെള്ളം ഈ ഭാഗത്തിൽ ലോക്കലായിട്ട് അടിച്ചു കൊടുക്കാൻ നമുക്ക് പേടി. നമ്മുടെ വീട്ടിലേക്ക് പേടി. അപ്പോൾ ആള് വാട്ടർ അതോറിറ്റിയിൽ അടിക്കൽ കോംപ്ലിമെൻസിന് അടിക്കാൻ പറഞ്ഞു. തേനും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചെമ്പത്തോയിന് അടിക്കാൻ തേയ് സമ്മതിച്ചിട്ടുണ്ടോ? ലെറ്റർ കൊടുക്കണം. പക്ഷെ പൈസ എടുത്തിട്ടില്ല. തിരിച്ചു വിളിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ ഒരാളെ കൂടി അസുരേഷില്ലേ
ഇപ്പൊ മുല്ലശ്ശേരി അതുപോലെ വെങ്കിടങ്ങ് കളിക്കുളമൊക്കെ കൊടുക്കുന്നത് സുരേഷാണ്. നമ്പറുണ്ട്. ആളെ നമ്പറിൽ വിളിച്ചിട്ട് ആളോട് പറയും. എടുക്കാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ നമ്മൾ സ്വന്തമായിട്ട് പരിഹരിക്കണം. ഇല്ലാണ്ട് അതൊക്കെ അടിക്കാൻ പിന്നെ നമ്മളൊന്നല്ല വാട്ടർ വെള്ളം പമ്പയിനോടൊന്ന് വെള്ളം കൊടുക്കാൻ തയ്യാറായിട്ടവര് ബാംഗ്ലൂർക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം എത്തിക്കണം. വഞ്ചിക്കട വെള്ളത്തിൽ പൂർത്തീകരണത്തിൽ തിങ്കളാഴ്ച ഒരു ചർച്ച ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ടാവും, പ്രസിഡന്റ് ഉണ്ടാവും, ബ്ലോക്ക് മെമ്പർ ഒക്കെ ഉണ്ടാവും. ചർച്ച ഉണ്ടാവും ഇവിടെ. അത് ടാങ്ക് നിർമ്മിക്കാൻ എത്ര മണിക്ക്? തിങ്കളാഴ്ച ഉണ്ടാവും. സമയം അറിയിക്കും. അതോടൊപ്പം തന്നെ ആ ചെമ്മീൻകെട്ടിന്റെ അവിടെ അതിൽ കിടന്ന കണക്ഷൻ അപ്പുറത്തോടെ അതെ അതൊക്കെ ഞാന് അറിയില്ല. അപ്പൊ